പ്ലസ് വൺ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 11 കോണിക് സെക്ഷൻസ് പാർട്ട് 7. ഇന്ന് ഈ പ്രോബ്ലം സെക്ഷനിൽ എക്സസൈസ് 11.3 ക്വസ്റ്റ്യൻസ് 32 മുതൽ 47 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് സോൾവ് ചെയ്യുന്നത്. അതിനു മുൻപ് എലിപ്സിൻ്റെ ഇക്വേഷനും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് x² + y² + b² = 1. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോക്കായി C0 - C0, സെൻറ്റർ ഒറിജിനാണ്, വെർട്ടിസസ് ±a0, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b, length of lattice rectum 2b²/a, eccentricity E = c/a which is less than 1, and for an ellipse a² = b² + c². രണ്ടാമത്തെ മോഡൽ വരുന്ന എലിപ്സ് x² / b² + y² = 1. അതായത് ഈ രണ്ടാമത്തെ മോഡലിൻ്റെ പ്രത്യേകത കോയിഫിഷ്യൻ്റ് ഓഫ് y² ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. ആ സമയത്ത് ഫോക്കസ് C0 എന്നതിന് പകരം 0C ആൻഡ് 0 - C, സെൻറ്റർ ഒറിജിനാണ്. അതുപോലെ തന്നെ വെർട്ടിസസ് കഴിഞ്ഞ സമയത്ത് A0 എന്നുള്ളതിന് പകരം ഇവിടെ 0A 0 - A. ഫോക്കസിലും വെർട്ടിസസിലും മാത്രമാണ് മാറ്റം വരുന്നത്. ബാക്കി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2A ആണ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2B ആണ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/a, eccentricity E = c/a, and a² = b² + c². നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 32. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കായി, ദ വെർട്ടിസസ്, ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ദ മൈനർ ആക്സിസ്, eccentricity ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ എലിപ്സ് x² / 49 + y² / 36 = 1. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ x² ഡിനോമിനേറ്റർ ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. കോയിഫിഷ്യൻ്റ് ഓഫ് x² ഹാസ് ലാർജർ ഡിനോമിനേറ്റർ 49. അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറിംഗ് വിത്ത് x² / a² plus y² / b² = 1. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം a² = 49, അതായത് a = 7, b = or b² = 36, b = 6. ബിയും എയും കിട്ടി. നമുക്കിനി കാണേണ്ടത് സി ആണ്. അതായത് വി ഹാവ് c² = a² + b, a² - b², c² = a² - b². ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ a², that is 49, b² 36, സിംപ്ലിഫൈ ചെയ്താൽ 13. അതായത് c = √13 ± √13. നമുക്ക് a കിട്ടി, b കിട്ടി, c കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഴുതാം. ഫോക്കസ്, അതായത് ഫോക്കായി FOCI, ഫോക്കായി എന്ന് പറഞ്ഞാൽ ഫോർമുല ± c, 0 = ± c എന്ന് പറഞ്ഞാൽ √13, 0. Then vertices equal to ± a0 equal to ± a, ഇവിടെ കിട്ടിയിട്ടുണ്ട് 7, 0. Then അടുത്തത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, length of major axis
length of major axis 2a equal to 2 into 7, that is 14. Then length of minor axis axis equal to 2b, 2 into 6, 12. Then അടുത്തത് eccentricity E equal to c by a, c root 13, a equal to 7. Then length of latus rectum അത് ഫോർമുല 2b സ്ക്വയർ ബൈ എ, 2b സ്ക്വയർ ബൈ എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 36/7, that is 72/7 is the answer. Then question number 32. ഇവിടെ നേരത്തെ പോലെ തന്നെ ഫോക്കസ്, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്നിവയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സ് സ്ക്വയർ ബൈ 100, വൈ സ്ക്വയർ ബൈ 400 ഈക്വൽ ടു 1. ഇവിടെ വൈ സ്ക്വയർ, കോഎഫിഷ്യൻ്റ് ഓഫ് വൈ സ്ക്വയർ ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. അതുകൊണ്ട് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. അതാണ് മോഡൽ. ഇപ്പോൾ നമുക്ക് മുൻപ് എഴുതിയ പോലെ തന്നെ കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അതായത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 കമ്പയർ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 100, അതായത് ബി ഈക്വൽ ടു 10, എ സ്ക്വയർ ഈക്വൽ ടു 400. അതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാം. എ ഈക്വൽ ടു റൂട്ട് 400, ദാറ്റ് ഈസ് 20. എയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് സിയുടെ വാല്യൂ ആണ്. അതിന് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400, ബി സ്ക്വയർ 100 ഈക്വൽ ടു 300. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയുടെ വാല്യൂ ആണ്. സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 300 ഈക്വൽ ടു റൂട്ട് ഓഫ് 3 ഇൻറ്റു 100 ഓർ 100 ഇൻറ്റു 3, അതായത് 10 റൂട്ട് 3. ഇതാണ് സിയുടെ വാല്യൂ. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫോക്കസ്, ദാറ്റ് ഈസ് ഫോക്കായി, FOCI. ഫോക്കായി ഈക്വൽ ടു, ഇവിടെ സെക്കൻഡ് മോഡലാണ്, അതായത് 0 പ്ലസ് ഓർ മൈനസ് സി ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് സി. സി എന്ന് പറഞ്ഞാൽ 10 റൂട്ട് 3 എന്ന് കൊടുക്കാം, 10 റൂട്ട് 3. ദെൻ vertices equal to 0 plus or minus a equal to 0 plus or minus a യുടെ വാല്യൂ 20. ദെൻ അടുത്തത് കാണാനുള്ളത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. length of major axis equal to 2a equal to 2 into a യുടെ വാല്യൂ 20, അതായത് ആൻസർ വരിക 40. 40. Length of minor axis
length of minor axis equal to 2b equal to 2 into 10 equal to 20. Then അടുത്തത് കാണാനുള്ളത് eccentricity. Eccentricity E equal to C by A. C എന്ന് പറഞ്ഞാൽ 10√3. എയുടെ വാല്യൂ 20. അതായത് ആൻസർ √3/2. Then length of lattice rectum. Length of lattice rectum 2b square by a. 2b square by a എന്ന് പറഞ്ഞാൽ 2 into 100/20. അതായത് ആൻസർ കിട്ടുക 10. Length of lattice rectum equal to 10. Then next question number 34. ഇവിടെ തന്നിരിക്കുന്ന എലിപ്സ് 36x² + 4y² = 144. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഗിവൺ ഇക്വേഷൻ ഒന്ന് എഴുതാം. 36x² + 4y² = 144. റൈറ്റ് സൈഡ് 1 കിട്ടാൻ വേണ്ടി ഡിവൈഡിങ് ബൈ 144. അതായത് 36x² ഓരോ ടേമിനെയും 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്ലസ് 4y² = 144/144. ഡിവൈഡ് ചെയ്യുമ്പോൾ 36 എന്നുള്ളിടത്ത് നമുക്ക് 4 × 36 ആണ്. അതായത് x²/4 പ്ലസ് y²/36 = 1. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് y² ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. സെക്കൻഡ് മോഡലാണ് എലിപ്സ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറിങ് അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടി. അതാണ് കമ്പയർ ചെയ്യുന്നത്. കമ്പയറിങ് വിത്ത് x²/b² പ്ലസ് y²/a² = 1. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം b² = 4. അതായത് b = 2. a² = 36. a = 6. നമുക്കിനി c ആണ് കാണേണ്ടത്. അതായത് നമുക്കറിയാം c² = a² - b² = a². a² ഇവിടെ കിട്ടിയത് 36 - b² 4 ആണ്. അതായത് 32. അതിൽ നിന്ന് നമുക്ക് c കണ്ടുപിടിക്കാം. c = √32. √32 എന്ന് പറഞ്ഞാൽ 2 × 16. 16 എന്നുള്ളതിനെ നമുക്ക് 4√2 എന്നെഴുതാം. 4√2. a b c കിട്ടിയാൽ ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഫോക്കസ്, വെർട്ടിസസ്, അതുപോലെ തന്നെ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഫോക്കായി എന്ന് പറഞ്ഞാൽ ഇത് x²/b² ആണ്. അതുകൊണ്ട് ഫോം 0 ± c = 0
plus or minus 4 root 2. Vertices equal to 0 plus or minus a equal to 0 plus or minus a എന്ന് പറഞ്ഞാൽ 6. Length of major axis. Length of major axis 2a equal to 2 into a equal to 6, that is 12. Then അടുത്തത് length of minor axis. Length of minor axis 2b. b യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 2 into 2 4. Then eccentricity. E equal to c by a. c by a means c 4 root 2. യുടെ വാല്യൂ 6. അപ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടുക 2 root 2 by 3. 2 root 2 by 3. Then last, length of latus rectum. Length of latus rectum 2b square by a. 2b square by a എന്ന് പറഞ്ഞാൽ 2 into 4 by 6, that is 4 by 3. Then next question number 35. ഇതും അതെ ജനറൽ ഫോമിലേക്ക് മാറ്റുന്നു. 16x square plus y square equal to 16. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16x square by 16 plus y square by 16 equal to 16 by 16. Simplify that. x square by 1 എന്നെഴുതാം plus y square by 16 equal to 1. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായി. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് y square has larger denominator. അപ്പോൾ x square by b square plus y square by a square equal to 1. അതായത് comparing with x square by b square plus y square by a square equal to 1. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം b square equal to 1, b equal to 1, a square equal to 16, a equal to 4. then നമുക്ക് ഡയറക്റ്റ് സിയുടെ കാര്യം എഴുതാം. അതായത് c equal to or c square equal to 15. c equal to root 15. a b c മൂന്ന് വാല്യൂം കിട്ടിയാൽ we can easily find focus, vertex, major axis, minor axis, eccentricity and length of latus rectum. ആദ്യം foci equal to 0 plus or minus c. ഇതാണ് നമ്മുടെ ഫോം. ഈക്വൽ ടു 0 plus or minus root 15. vertices
vertices equal to 0 plus or minus a equal to 0 plus or minus a യുടെ വാല്യൂ 4. Then length of major axis. Length of major axis. Length of major axis 2a. യുടെ വാല്യൂ 4, അതായത് 8. Length of minor axis. Length of minor axis 2b equal to 2 into 1, that is 2. Next, eccentricity. Eccentricity E equal to C by A. C equal to root 15 by 4. Root 15 by 4. Clearly which is less than 1. Therefore it is an ellipse. Length of latus rectum. Length of latus rectum 2b square by a. ആൻസർ വരിക 2 ഇൻറ്റു ബി സ്ക്വയർ 2 ഇൻറ്റു 1 by 4, that is 1 by 2. Then next question number 36. Ellipse equation 4x square plus y square 9y square. 9y square equal to 36. 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4x square by 36 plus 9y square by 36 equal to 36 by 36. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് x square by 9. x square by 9 y square by 4 equal to 1. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. അതുകൊണ്ട് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും ഇക്വേഷൻ. അതുകൊണ്ട് കമ്പയറിംഗ് with x square by a square plus y square by b square equal to 1. Compare ചെയ്താൽ a square equal to 9, a equal to 3, b square equal to 4, b equal to 2. നമുക്കറിയാം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 5. സി ഈക്വൽ ടു റൂട്ട് 5. നമുക്ക് എ ബി സി 3 വാല്യൂ കിട്ടിയാൽ നേരിട്ട് ആൻസർ കാണും. അതായത് ഫോക്കായി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി കോമ 0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി, ദാറ്റ് ഈസ് റൂട്ട് 5 comma 0. Vertices equal to plus or minus a comma 0 equal to plus or minus a എന്ന് പറഞ്ഞ 3 comma 0. Then length of major axis. Length of major axis 2a equal to 2 into 3 equal to 6.
length of minor axis, length of minor axis 2b equal to 2 into b എന്ന് പറഞ്ഞാൽ 2, that is 4. Then eccentricity, eccentricity E equal to c by a. c എന്ന് പറഞ്ഞാൽ √5, √5 by a equal to 3, clearly less than 1. Then length of latus rectum, latus rectum 2b square by a equal to 2 into b square, 2 into 4 by 3 equal to 8 by 3 is the length of latus rectum. Then question number 37. Find the equation of the ellipse that satisfies the following conditions. ഇവിടെ തന്നിരിക്കുന്നത് വെർട്ടിസസ് തന്നിട്ടുണ്ട്, ±50 ഫോക്കായി, ±40. നമുക്ക് എലിപ്സ് ആണിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ±5,0 ആണ്, അതായത് ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് എന്ന് പറഞ്ഞാൽ x² + y² + b² = 1. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്താൽ അതായത് ±5,0 ഇതാണ് ± വെർട്ടിസസ് a0 ആണ്. അതിൻ്റെ അർത്ഥം a = 5, ഇനി ഇതുപോലെ തന്നെ ഫോക്കായുടെ ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നത് ±4,0 ആണ്, അതായത് ഫോക്കസിൻ്റെ ഇക്വേഷൻ ±c,0. അതിൻ്റെ മീനിങ് c = 4. എ ബി സി കണക്ട് ചെയ്യുന്ന റിലേഷൻ അറിയാം, അതായത് വി ഹാവ് a² = b² + c². അതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം, അതായത് b² = a² - c². a² means 5² 25, c² 16 = 9. നമുക്കിവിടെ ബി ആക്കി മാറ്റേണ്ട, b² മതി. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് is x² by a² plus y² by b² = 1. എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. x² by a², a എന്ന് പറഞ്ഞാൽ 5 ആണ്, ദാറ്റ് ഈസ് 25, പ്ലസ് y² by ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ b² b ആക്കി മാറ്റാത്തത്, = 1 is the required equation of the ellipse. അടുത്തത് തന്നിരിക്കുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ also given vertices and foci. ഇവിടെ പ്രത്യേകത 0 ± 13 ആണ്, അതായത് ഫോക്കസ് അലോങ് y ആക്സിസ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമുക്കറിയാം x² by b² plus y² by a² = 1. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വെർട്ടിസസ് തന്നത് 0 ± 13
ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് എ. അതിൽ നിന്ന് നമുക്ക് പറയാം എ ഈക്വൽ ടു 13. ഫോക്കായി തന്നിട്ടുണ്ട് 0 പ്ലസ് ഓർ മൈനസ് 5 ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് സി. അതിൻ്റെ അർത്ഥം സിയുടെ വാല്യൂ 5 ആണ്. നമുക്കിനി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. എ സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ 169. സി സ്ക്വയർ 5 സ്ക്വയർ ദാറ്റ് ഈസ് 25 ഈക്വൽ ടു 144. അതായത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. Equation of the ellipse is x square by b square plus y square by a square equal to 1. അതായത് x square by b square, b കണ്ടിട്ടുണ്ട് 144, plus y square by a square 13 square 169 equal to 1 is the required equation of the ellipse. Here also given vertices and foci. We have to find the equation of the ellipse. Comparing ചെയ്താൽ we have plus or minus 6,0. ഇതാണ് നമുക്കറിയാവുന്ന വെർട്ടിസസിൻ്റെ ഇക്വേഷൻ. പ്ലസ് ഓർ മൈനസ് എ 0. അതിൻ്റെ അർത്ഥം എ ഈക്വൽ ടു 6. എ ഈക്വൽ ടു 6. ദെൻ അടുത്തതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് തന്നിരിക്കുന്ന പോയിൻ്റ് ഫോക്കൈ ആണ്. അതായത് പ്ലസ് ഓർ മൈനസ് 40. പ്ലസ് ഓർ മൈനസ് 40 ആണ്. പ്ലസ് ഓർ മൈനസ് ഫോക്കായി എന്ന് പറഞ്ഞാൽ സി 0. അതിൽ നിന്ന് വി ഹാവ് ടു ഫൈൻഡ് സി ഈക്വൽ ടു 4. നമുക്കിനി അടുത്ത് കണ്ടെത്താനുള്ളത് ബി സ്ക്വയർ, ബിയുടെ വാല്യൂ ആണ്. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. എ സ്ക്വയർ 36, ബി സി സ്ക്വയർ 16 equal to 20. C square equal to 20. Equation of the ellipse. Equation of the ellipse. Equation of the ellipse is x square by a square plus y square by b square equal to 1. Direct value കൊടുത്താൽ x square by a square that is 36 plus y square by b square that is 20 equal to 1 is the required equation of the ellipse. Then question number 40. Find the equation of the ellipse that satisfies the following conditions. ഇവിടെ തന്നിരിക്കുന്നത് എൻഡ്സ് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എൻഡ് പോയിൻ്റ് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിൻറ്റ്സ്, അതിനാണ് നാം വെർട്ടിസസ് എന്ന് പറയുന്നത്. കമ്പയറിങ് അതായത് പ്ലസ് ഓർ മൈനസ് 30 ഇതാണ് വെർട്ടിസസ് ആയിട്ട് തന്നിട്ടുള്ള പ്ലസ് ഓർ മൈനസ് എ 0. അതിൻ്റെ അർത്ഥം എ ഈക്വൽ ടു 3. ഇനിവിടെ മൈനർ ആക്സിസിൻ്റെ എൻഡ് പോയിൻറ്റ് 0 പ്ലസ് ഓർ മൈനസ് 2, അതായത് 0 പ്ലസ് ഓർ മൈനസ് ബി. അതിൽ നിന്ന് നമുക്ക് ബി എഴുതാം
ബി ഈക്വൽ ടു 2. എ കിട്ടി, ബി കിട്ടി. ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്, അതായത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് നമ്മൾ നേരിട്ട് എഴുതുന്നത് മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്, ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് equation of the ellipse is first model, that is x square by a square plus y square by b square equal to 1. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്താൽ x square by a square, that is 9, plus y square by 2 square 4 equal to 1 is the required equation of the ellipse. Then 41 മേജർ ആക്സിസിൻ്റെ എൻ പോയിൻ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മൈനർ ആക്സിസും ഇവിടെ തന്നിട്ടുണ്ട്. കമ്പയറിങ് അതായത് ഇവിടെ മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ് ആണ്, അതായത് 0 പ്ലസ് ഓർ മൈനസ് √5. ഇതിൻ്റെ അർത്ഥം 0 പ്ലസ് ഓർ മൈനസ് എ. അതിൽ നിന്ന് നാം കണ്ടെത്തുന്നത് എ ഈക്വൽ ടു √5. എയുടെ വാല്യൂ കിട്ടി. ദെൻ മൈനർ ആക്സിസിൻ്റെ പോയിൻ്റുകൾ പ്ലസ് ഓർ മൈനസ് 1,0 ആണ്. അതായത് ഇവിടെ മൈനർ ആക്സിസ് ആണ്, അപ്പോൾ 0 പ്ലസ് ഓർ മൈനസ് ബി ആണ്. 0 പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ ബി പ്ലസ് ഓർ മൈനസ് ബി, 0. അതായത് പ്ലസ് ഓർ മൈനസ് ബി, 0. അതിൽ നിന്ന് നമുക്ക് ബി എഴുതാം. ബി ഈക്വൽ ടു 1. എയും ബിയും കിട്ടിയാൽ ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ സമയത്ത് എഴുതിയത് 0 പ്ലസ് ഓർ മൈനസ് ബി ആയിരുന്നു, അതിൽ നിന്ന് ബി കണ്ടുപിടിച്ചു. ഇവിടെ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്, ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഈസ്, അതായത് ഫോക്കസ് അലോങ് എക്സ് ആക്സിസിലായിരിക്കും. അതായത് ഫോക്കസ് അല്ല, ഇവിടെ മേജർ ആക്സിസ്, എൻ പോയിൻറ്റ്സ് ഓഫ് മേജർ ആക്സിസ്, അതാണ് വെർട്ടിസസ് അലോങ് എക്സ് ആക്സിസ്. വൈ ആക്സിസിലാണ് എക്സ് കോർഡിനേറ്റ് 0. അതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് y square by a square equal to 1. അതായത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് x square by 1 plus y square by a square, x square by b square plus y square by a square equal to 5 equal to 1. Then 42. ഇവിടെ തന്നിരിക്കുന്നത് മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 26, ഫോക്കസും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. അതായത് കമ്പയർ ചെയ്താൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2a equal to 26 implies a equal to 13. കൂടാതെ ഫോക്കസ് അലോങ് എക്സ് ആക്സിസ് ആണ്, അതായത് ഫസ്റ്റ് മോഡൽ ഇക്വേഷൻ എന്നർത്ഥം. അതായത് ഫോക്കായി ഇവിടെ തന്നിരിക്കുന്നത്, അതായത് പ്ലസ് ഓർ മൈനസ് 5,0 ഈക്വൽ ടു ഫോക്കസ് ആണ് പ്ലസ് ഓർ മൈനസ് c, 0. അതായത് ഇംപ്ലൈസ് അതിൻ്റെ വാല്യൂ c ഈക്വൽ ടു 5. എയും
സിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ബി അല്ലെങ്കിൽ ബി സ്ക്വയർ. അതായത് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. എ സ്ക്വയർ ഈക്വൽ ടു 13 സ്ക്വയർ 169. സി സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ 25 ഈക്വൽ ടു 144. ബി ഈക്വൽ ടു 12. Therefore, equation of the ellipse. Equation of the ellipse. Equation of the ellipse is first model ആണ്. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 13 സ്ക്വയർ 169, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ 144 ഈക്വൽ ടു 1 ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ദെൻ തന്നിരിക്കുന്നത് മൈനർ ആക്സിസ് ആണ്. മൈനർ ആക്സിസ്. മൈനർ ആക്സിസ് മൈനർ ആക്സിസ് മൈനർ ആക്സിസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 16, ഫോക്കസും തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്താൽ ലെങ്ത് ഓഫ് മേജർ മൈനർ ആക്സിസ് അതായത് 2b equal to 16 implies b equal to 8. b equal to 8 കിട്ടി. ഇനി ഇവിടെ ഫോക്കായി തന്നിട്ടുണ്ട്. ഫോക്കായി എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് 6. ഇതാണ് 0 പ്ലസ് ഓർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സി. അതുകൊണ്ട് അർത്ഥം ഇംപ്ലൈസ് സി ഈക്വൽ ടു 6. ബിയും സിയും കിട്ടിയാൽ നമുക്കിവിടെ കാണേണ്ടത് എ അല്ലെങ്കിൽ എ സ്ക്വയർ. വി ഹാവ് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ബി സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ 64. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ 36 ഈക്വൽ ടു 100. എയുടെ വാല്യൂ 10. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. Equation of the ellipse. Equation of the ellipse is focus along y-axis. അതായത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ. ബി സ്ക്വയർ ഇവിടെ 8 square that is 64 plus y square by 10 square that is 100 equal to 1 is the equation. Then question number 44. Focus തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. അതായത് പഴയ പോലെ തന്നെ ജനറൽ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറിംഗ് foci plus or minus 3 0 plus or minus 3 0 ആണ് plus or minus c 0. അതായത് ഫോക്കസ് അലോങ് എക്സ് ആക്സിസ്. അതുകൊണ്ട് തന്നെ നമുക്ക് സി എഴുതാം. സി ഈക്വൽ ടു 3. ഡയറക്റ്റായിട്ട് എ തന്നിട്ടുണ്ട്. നമുക്കിനി ബി ആണ് കാണേണ്ടത്. അതായത് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. എ തന്നിട്ടുണ്ട് 4 that is 16 മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. 16 മൈനസ് 9 ഈക്വൽ ടു 7. ബി സ്ക്വയർ കിട്ടി 7. ദെൻ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. Equation of the ellipse is focus along x axis ആണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ
പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4. അതായത് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 7 ഈക്വൽ ടു 1. Then next question number 45. ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. സെൻറ്റർ ഒറിജിനാണ്. ഫോക്കസ് അലോങ് എക്സ് ആക്സിസ്. ഫോക്കസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ അർത്ഥം അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഫോം എന്നർത്ഥം. നമുക്കിവിടെ കാണേണ്ടത് എ ആണ് കാണേണ്ടത്. we have a square equal to b square plus c square equal to b square 3 square c square 4 square equal to 9 plus 16 a square equal to 25. നമുക്ക് എ കാണേണ്ട ആവശ്യമില്ല, എ സ്ക്വയർ ആണ് ആവശ്യമുള്ളത്. ഇനിവിടെ സിൻസ് ഫോക്കായി along x axis ആയതിനാൽ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് is x square by a square plus y square by b square equal to 1. എക്കും ബിക്കും വാല്യൂ കൊടുത്താൽ അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ 9 ഈക്വൽ ടു 1 is the required equation of the ellipse. Then question number 46. Find the equation of the ellipse that satisfies the following conditions. Center origin. പ്രത്യേകിച്ച് യാതൊരു ഉപകാരവുമില്ല. സെൻറ്റർ ഒറിജിൻ തന്നെയാണ് ഏത് മോഡലാണെങ്കിലും. മേജർ ആക്സിസ് ഓൺ ദ വൈ ആക്സിസ് പാസസ് ത്രൂ ദ പോയിൻറ്റ്സ് 3, 2 ആൻഡ് 1, 6. നമുക്കറിയാം, അതായത് എലിപ്സിൻ്റെ ഇക്വേഷൻ മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്, ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് since major axis on y axis major axis y axis ലായതുകൊണ്ട് equation of the ellipse is x square by b square plus y square by a square equal to 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ 1ൽ പാസ് ചെയ്യുന്ന 2 പോയിന്റുകളാണ് തന്നിട്ടുള്ളത്, 3, 2 ആൻഡ് 1, 6. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് form of the equation passes through 3, 2. Equation 1 passes through 3, 2. 3, 2ൽ പോകുന്നത് കൊണ്ട് എക്സിന് 3 കൊടുക്കാം. അതായത് 9 by b square plus y, that is 4 by a square equal to 1. Equation number 2. കൂടാതെ ഫസ്റ്റ് ഇക്വേഷൻ passes through അടുത്ത പോയിന്റ് തന്നിരിക്കുന്നത് 1, 6. 1, 6ൽ പോകുന്നത് കൊണ്ട് എക്സിന് 1 കൊടുത്താൽ 1 by b square plus
36/a square equal to 1. Equation number 3. നമുക്ക് ഈ തേർഡ് ഇക്വേഷൻ അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് എയും ബിയും സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇതിൽ നിന്ന് ബി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. അതായത് 1/b² കണ്ടുപിടിക്കാം. 1/b² ഈക്വൽ ടു 1 - 36/a². ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനിലെ 1/b² വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 9/b² ആണ് ഇവിടെ. നേരിട്ട് 9/b² ആക്കി മാറ്റാം. 9/b² ഈക്വൽ ടു നമുക്കിവിടെ കിട്ടുന്നത് 9 × 1 - 36/a². വേണമെങ്കിൽ നമുക്കിതിനെ ഫോർത്ത് ഇക്വേഷൻ ആണെന്ന് പറയാം. ഈ ഫോർത്ത് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുന്നു. 9/b² വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എല്ലാം എയിലുള്ള ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ യൂസിങ് 2 and 4 using equation 2 and equation 4 2 ഉം 4 ഉപയോഗിച്ചാൽ നമുക്കിവിടെ കിട്ടുന്നത്, അതായത് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം x² എന്നുള്ള വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 4/a² പ്ലസ് 4/a² പ്ലസ് 9 × 1 - 36/a² a² ഈക്വൽ ടു 1. ഇത് സോൾവ് ചെയ്താൽ മതിയായിരിക്കും. അതായത് ഒന്ന് LCM കണ്ടാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 പ്ലസ് 9 × LCM a² - 36 by all divided by a² ഈക്വൽ ടു 1. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 4 പ്ലസ് 4 മൈനസ് കോൺസ്റ്റൻ്റ് ആദ്യം ഒന്നിച്ചെഴുതാം 9 × 36 പ്ലസ് 9a² ഈക്വൽ ടു a². ഇങ്ങോട്ട് മാറ്റുമ്പോൾ 8a² എന്നാക്കി മാറ്റാം നമുക്ക്. അതായത് 8a² ഈക്വൽ ടു ഈ ടേം എല്ലാം ഇങ്ങോട്ട് മാറ്റുമ്പോൾ 9 × 36 എന്ന് പറഞ്ഞാൽ 324 മൈനസ് 4. അതായത് a² ഈക്വൽ ടു 320/8. a² ഈക്വൽ ടു by 8 that is 40. a² ഈക്വൽ ടു 40. a² കിട്ടി. നമുക്ക് b² കിട്ടാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. ഫോർത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം 1/b² ഈക്വൽ ടു 1 - 36/a² that is 40 ഈക്വൽ ടു 40 - 36/40 എന്ന് പറഞ്ഞാൽ അർത്ഥം 4/40 1/b² ഈക്വൽ ടു 4/40 which is same as 1/10. അതായത് b² ഈക്വൽ ടു 10. a² b² കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ എഴുതാം. അതായത് ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. Equation of the ellipse. Equation of the ellipse is x² by ഇവിടെ തന്നിരിക്കുന്നു. അതായത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്
മേജർ ആക്സിസ് അലോങ് വൈ ആക്സിസ്. ഫസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ബൈ 10 പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ദറ്റ് ഈസ് 40 ഈക്വൽ ടു 1 is the required equation of the ellipse. Required equation of the ellipse. Then question number 47. Find the major axis. Find the equation for the ellipse that satisfies the following conditions. Major axis on x-axis. അതിൽ നിന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. മേജർ ആക്സിസ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ആ ഇക്വേഷൻ പാസ് ചെയ്യുന്നത് 4, 3 ആൻഡ് 6, 2 രണ്ട് പോയിന്റിലൂടെ. അപ്പോൾ നമുക്ക് എഴുതാം ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണ്. അതായത് സിൻസ് മേജർ ആക്സിസ് along x-axis, equation of the ellipse. Equation of the ellipse is x square by a square plus y square by b square equal to 1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. 1ൽ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ് 4, 3 ആൻഡ് 6, 2. ഇക്വേഷൻ 1 passes through 4, 3 and 6, 2. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. ആദ്യം 4, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് 4 കൊടുത്താൽ 16 ബൈ എ സ്ക്വയർ പ്ലസ് 9 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 2. അടുത്ത പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 36 ബൈ എ സ്ക്വയർ പ്ലസ് 4 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 3. സെക്കൻഡും തേർഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് നമുക്കതൊന്ന് 4 ബൈ ബി സ്ക്വയറിനെ ഒന്ന് കാണാം. അതായത് എന്താണ് തേർഡ് ഇക്വേഷനിൽ നിന്ന് ബിയുടെ ഒരു വാല്യൂ കാണുന്നു, അല്ലെങ്കിൽ ബി സ്ക്വയർ. 4 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 36 ബൈ എ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്കിവിടെ 9 ബൈ ബി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പം 9 ബൈ ബി സ്ക്വയർ കാണുമ്പോൾ 9 ബൈ ബി സ്ക്വയർ 1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 by 4 into 1 minus 36 by a square. നമുക്കിവിടെ 9 by b സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ 9 by b സ്ക്വയർ ഈക്വൽ ടു 9 by 4 into 1 minus 36 by a സ്ക്വയർ. ഇതിന് ഇക്വേഷൻ നമ്പർ 4. നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത് ഫോർത്ത് ഇക്വേഷനും അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ. 9 ബൈ ബി സ്ക്വയർ ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ യൂസിങ് 2 and 4 എന്ന് പറഞ്ഞാൽ മതിയായിരിക്കും. യൂസിങ് ഇക്വേഷൻ 2 and ഇക്വേഷൻ 4 we get, അതായത് 16 ബൈ എ സ്ക്വയർ 16 ബൈ എ സ്ക്വയർ പ്ലസ് 9 ബൈ ബി സ്ക്വയർ കാണുന്നിടത്ത് ഈ വാല്യൂ കൊടുക്കുന്നു. 9 ബൈ 4 ഇൻറ്റു 1 മൈനസ് 36 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ ആൻഡ് ബി സ്ക്വയർ. ഇവിടെ LCM
ഒരു എ സ്ക്വയർ ഉണ്ട് ഡിനോമിനേറ്റർ, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4a² കൊണ്ട് കംപ്ലീറ്റ് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് 16 × 4, 16 × 4 അതായത് 64 പ്ലസ് 9 × a² മൈനസ് 36. LCM ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈയും ചെയ്യുന്നു. അപ്പോൾ 4a² എന്ന് കിട്ടും. ദെൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 64 പ്ലസ് 9a² മൈനസ് 4a² മൈനസ് 9 × 36 ഈക്വൽ ടു 0. അതായത് 5a² = എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. 5a² = 9 × 36 എന്ന് പറഞ്ഞാൽ 324 മൈനസ് 64. അതായത് 5a² കിട്ടിയത് 260. a² = 260/5 = 52. a² = 52. a² കിട്ടിയാൽ നമുക്ക് അടുത്ത വാല്യൂ കാണുന്നു. ഫോർത്ത് ഇക്വേഷനിൽ കൊടുത്താൽ 1/b² = 1/4 × 1 - 36/a², that is 52. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 52 = 52 - 36/4 × 52. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 52 - 36 എന്ന് പറഞ്ഞാൽ 16/4 × 52. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് 1/b² = 1/b² സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ, ഇവിടെ 16 രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/13 എന്ന് കിട്ടും. 1/13. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം b² = 13. b² = 13 എന്നുള്ളത് കിട്ടി. അതുപോലെ a² = 52. Therefore, equation of the ellipse. Equation of the ellipse. Equation of the ellipse is x² a² ആണ്, that is 52, plus y² ആണ്, b² = 13 = 1 is the required equation of the ellipse. ഇതോടെ എലിപ്സ് എന്ന സെക്ഷൻ, അതിലുള്ള എല്ലാ ചോദ്യങ്ങളും 20 ക്വസ്റ്റ്യൻസും ഇവിടെ സോൾവ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർബോള. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് സർക്കിൾ, പരാബോള, എലിപ്സ്. ഇനി അടുത്തത് ഹൈപ്പർബോള. സർക്കിളാണെങ്കിൽ എക്സെൻട്രിസിറ്റി, പരാബോളയാണെങ്കിൽ എക്സെൻട്രിസിറ്റി 1 ആയിരുന്നു. എലിപ്സ് ആണെങ്കിൽ എക്സെൻട്രിസിറ്റി <1. ദെൻ ഹൈപ്പർബോള നമുക്ക് എക്സെൻട്രിസിറ്റി <1 വരുന്ന കോണിക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.